ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കമ്പനി വക ഒരു ലഞ്ച് ഉണ്ടായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഹോട്ടലിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതിലെന്തൊക്കെയാണ് വിഭവങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഞാനെല്ലാം കാണിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലോട്ടൊന്ന് പോകും. ഇവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പല വെറൈറ്റി ഉണ്ട്. അറബിക്ക്, ഇന്ത്യൻ ഫുഡ്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. സ്വീറ്റ്സ് സെക്ഷൻ, ബന്നിൻ്റെ തന്നെ വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. എന്നും കയറാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒക്കേഷണലി മാത്രമേ ഇതൊക്കെ കാണാനും കഴിക്കാനൊക്കെ പറ്റും. നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ഹോട്ടലാണിത്. ദുബായിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അത് ലക്ഷറി ഹോട്ടലാണ്. ബുഫയാണ്. കഴിക്കാത്ത വെറൈറ്റി സാലഡാണ്. ഇടയ്ക്കൊരു ചെടി വെച്ചിട്ടുണ്ട്. അടിപൊളി അല്ലേ? എൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പേരൊന്നും പറയാത്തത്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാധനത്തിൻ്റെയും. റോസ്റ്റഡ് സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ലിക്കർ ഷോപ്പ് ഇല്ലാത്ത ഒരു ബാർ കൗണ്ടറാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഉള്ളത്. ബൊഫേ നമുക്ക് സെർട്ടൺ എമൗണ്ട് അവർ കൊടുത്ത് ബുക്ക് ചെയ്യണം. അത് നമുക്കിവിടെ ഒന്ന് ബൊഫേ ആയിട്ട് കഴിക്കാം. നമുക്ക് ഡിന്നർ അങ്ങനെ സീറ്റ്സൊക്കെ കഴിക്കുന്നെങ്കിൽ ഇവിടെ അടുത്ത സെക്ഷനുണ്ട്. വെറൈറ്റി കേക്കുകളാണ് കാണുന്നത്. ഇതിൻ്റെ പടത്തിന് നല്ലൊരു അസോർട്ടഡ് ഡേറ്റ്സ് ആൻഡ് അറബിക് സ്വീറ്റ്സ് ഉണ്ടോ. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ചീസ് കേക്ക്, ചെറിയ ബാക്ക്ഡ് യോഗത്തിൻ്റെ കേക്ക് എന്തായാലും സെറ്റ് വെച്ചിട്ടുണ്ട്. രസ്മലായി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അത് രസഗുള ഇല്ലേ, അതുപോലത്തെ ചായ് കോട്ട് കേക്ക്, ബ്ലൂബെറിയുടെ പിസ്താച്ചു, എയർപോർട്ട് വേറെ ഐറ്റംസ്, ചോക്ലേറ്റ് കേക്കാണ്. റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോരോ കൗണ്ടറായിട്ട് ഇവിടെ ഉണ്ട്. ഒരു പായസം പോലെയുള്ള തന്തൂരി ടിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. മുറുക്ക് ദോശ, കറി, ലാം ബിരിയാണി, ഇന്ത്യൻ കൗണ്ടറാണ് ഇത്. ജീരക റൈസ്, പിന്നെ ലിംബി ചട്നി ഉണ്ട്. അടുത്തത് വേറെ ചട്നി, കേക്ക്, പപ്പടമുണ്ട്, കുക്കുംബർ റൈത്ത, പിന്നെ മിക്സ് പിക്കിള്, സ്വീറ്റ് മാംഗോ ചട്നി, പിന്നെ ചന മസാല ഐറ്റംസ്.
ഇവിടുത്തെ കൗണ്ടറൊക്കെ സെർവ് ചെയ്യുന്നതാണ്. വലിയൊരു പാന് ബ്രെഡിൻ്റെ ഐറ്റമാണ്. തന്തൂരി ബ്രെഡ്, പിന്നെ ആലു എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഐറ്റമാണ്. ഗോബി അത്രാഖ് പേര് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് വായിക്കാൻ തന്നെ. പനീർ മീറ്റ് ഉണ്ട്. അടുത്തൊരു കൗണ്ടർ ഉണ്ടോ, ഒരു കുക്ക് ചെയ്യുന്ന സ്ഥലത്തോടാണ്. വെജിറ്റബിൾ ഡിംസമാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ്. ഇതാണ് ഇത് നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയത് പ്രാൺസ് സീമയോ എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരോ പേര് ഇൻ്റർനാഷണൽ ഇട്ടേക്കുന്നതാണ്. ചൂടോട് കൂടി കൊടുക്കാൻ പറ്റും. അതാണ് പിന്നെ ഓരോ ചട്നിയാണ്. ഇത് പേര് എഴുതിയിട്ടില്ല. മുളക് ചട്നിയുണ്ട്. പിന്നെ വെറൈറ്റി ചട്നികളാണ് കേട്ടോ. മുളക് എന്തൊക്കെയാണ്, പിന്നെ സാലഡ് സെപ്പറേറ്റ് എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യക്കാരും വരുന്ന ഒരു വലിയ ഇന്റർനാഷണൽ ഹോട്ടലായതുകൊണ്ടാണ് അത് കേട്ടോ. പിന്നെ വേറൊരു സൂപ്പാണ് കേട്ടോ, വെജിറ്റബിൾ ക്ലിയർ സൂപ്പാണത്. അടുത്ത് വേറൊരു സൂപ്പ്. ഇതെല്ലാം ഇവിടെ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ്. നമ്മുടെ കുക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഓരോരോ കൗണ്ടറിൽ അവർ ചെയ്യുന്നതാണ്. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ആണ്. അടുത്തൊരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പപ്പടത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. പ്രോൺ ക്രക്കേഴ്സ്, സ്റ്റർ ഫ്രൈഡ് മിക്സ് വെജിറ്റബിൾസ് എല്ലാം നല്ല ചൂടോട് കൂടി വെച്ചിട്ടുണ്ട്. ബീഫ് തായ് ചിക്കനാണ്. സ്റ്റർ ഫ്രൈ വെജിറ്റബിൾ നൂഡിൽസാണിത്. ഫ്രൈഡ് റൈസ് അവിടെ എല്ലാം. അടുത്തൊരു കൗണ്ടറാണ്, കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചൂടായിട്ട് കൊടുക്കാൻ വേണ്ടി. അടുത്തൊരു ഐറ്റമാണിത്. ഇവിടെ ഒരു സൂപ്പ് ഇട്ടേതുണ്ട്, കുക്കുംബർ യോഗർട്ട് റൈസ്. ലാമ്പിൻ്റെ ആണ്, ഒട്ടകത്തിൻ്റെ ബിരിയാണിയാണ്. പിന്നെ അടുത്ത് സ്പാനിഷ് തവുക്ക് എന്ന് പറഞ്ഞിട്ട് ഐറ്റമാണ് വരുന്നത്. പിന്നെ ഒട്ടകത്തിൻ്റെയാണ്, ലാമ്പിൻ്റെ, ഒട്ടകമല്ല, പോയി ആട്ടിൻ്റെ മട്ടൻ്റെ ഐറ്റംസാണ്. നേരത്തെ കാണിച്ചത് മട്ടൻ്റെ ആയിരുന്നു, ഞാൻ പറഞ്ഞത് ഇപ്പോൾ മിസ്റ്റേക്കാണ്. ലാമ്പിൻ്റെ കബാബാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ കണ്ട ഐറ്റംസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.